എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.01ൻ്റെ എത്ര ശതമാനമാണ് 0.001? അതായത് 0.01ൻ്റെ എത്ര ശതമാനമാണ് 0.001 എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. 0.01ൻ്റെ എക്സ് ശതമാനമാണെന്ന് വിചാരിച്ചോളൂ. x/100 ഈക്വൽ ടു 0.001. അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 0.001 ഇൻറ്റു 100/0.01 അല്ലേ. ഈ 0.001 നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? 0.01 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.001 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം ഇങ്ങോട്ട് നീക്കുക അല്ലേ. വലതുവശത്തേക്ക് നീക്കണം. അപ്പൊ എന്ത് വരും? 0.1. 0.1/0.01. 0.1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ആണ് അല്ലേ. 0.01 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/100 ആണ്. അപ്പൊ എന്ത് വരും? ഈ 100 മുകളിലേക്ക് പോവും അല്ലെ. 100/10 എന്ന് വരും. അത് എത്രയാണ്? 10. അപ്പൊ ആൻസർ കിട്ടി. ഇല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുകയാണ് വെച്ചെങ്കിൽ നല്ലതാണ്. പക്ഷെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. 1/10 എന്ന് എഴുതുക, 1/100 എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനവും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം കൂടുതൽ വരും അല്ലേ. അപ്പോൾ ഇൻറ്റു 10 എന്നുള്ളത് വരും എന്ന് മനസ്സിലാക്കുക. 1/1 ഇൻറ്റു 10 എന്ന് വരും. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ എങ്കിൽ ഇൻറ്റു 10. ഇനി ഇവിടെയാണ് കൂടുതൽ എങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ആവും വരിക. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇരിക്കും. ഇനി അടുത്തത് നോക്കൂ. ഇതില് ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? ഓരോന്നും കൊടുത്തു നോക്കുക. 15 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 4 ഇൻറ്റു 5 ഇങ്ങനെ വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബോർഡ് മാസ് റൂള് പ്രകാരം ബ്രാക്കറ്റ് ഉണ്ട് വെച്ചെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ ഡിവിഷൻ ആണ് തുടങ്ങേണ്ടത്. 15/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. 5 പ്ലസ് 4 പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 ഇൻറ്റു 5 എത്രയാണ്? 20. 5 പ്ലസ് 20 എത്രയാണ്? 25. അപ്പൊ ശരിയാണ് അല്ലെ. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികളുടെ എത്ര ശതമാനം ഉണ്ട്? ഇത് പല വഴിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതൽ സമയമെടുക്കും. അപ്പൊ നമുക്ക് കൂടുതൽ സമയമെടുക്കാതെ കുറവ് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുവിധം നമ്മൾ ചെയ്ത് തരുന്നത്. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പല വഴിക്കും പല ചാനലുകാരും പല വഴിക്കും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ കൂടിയ വഴികൾ എഴുതുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്കാം, ഒരു സ്കൂളിലെ ആകെ കുട്ടികൾ നമുക്ക് തന്നിട്ടുണ്ട് 1600 ആണെന്ന് അല്ലെ. ആ കുട്ടികളിലെ 55% പെൺകുട്ടികളാണ്. അപ്പൊ 1600ന്റെ 55% പെൺകുട്ടികള്. അപ്പൊ 1600ന്റെ ബാക്കി ശതമാനം എന്ന് പറഞ്ഞാൽ 45% ആൺകുട്ടികള് അല്ലെ. ഇനി എന്താ പറഞ്ഞേക്കണേ? പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. അപ്പൊ 90% പെൺകുട്ടികൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ തോറ്റവര് എത്രയാണ്? 10% അല്ലെ. അപ്പൊ ഈ പെൺകുട്ടികൾ എത്രയുണ്ട്? 1600ന്റെ 55% പെൺകുട്ടികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 10% തോറ്റുണ്ട് അല്ലെ. അപ്പൊ അത് മനസ്സിലായി. ഇനി ആൺകുട്ടികളിലോ 80% കുട്ടികൾ ജയിച്ചു. അപ്പൊ 20% തോറ്റത് അല്ലെ. അപ്പൊ ഇൻറ്റു 20/100. അപ്പൊ തോറ്റ കുട്ടികൾ മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാ ആകെ തോറ്റ കുട്ടികൾ കിട്ടും. അപ്പൊ ഇതിന്ന് നമ്മൾ ഇവിടുന്ന് വെട്ടിക്കളയാൻ പറ്റും. 0 വെട്ടിക്കളഞ്ഞു. ഇനി 10ലെ 2 പ്രാവശ്യം 5, ഇവിടെ 11 വരും. ഇവിടെ എന്ത് വരും?
8 വരും. അപ്പൊ ഇവിടെ 88 എന്ന് വരും. പിന്നെ ഇവിടെ എന്ത് വരും? 100 ഇതിൽ വെട്ടിപ്പോയി. ഇനി ഇവിടെ എന്താണ്? 20 ആണ് അല്ലെ? 20 5 ആണ് 100. ഇവിടെ 9 ആയി. അപ്പൊ 9 6 54, 5 9 5 14, 144. 144ഉം 88ഉം കൂടി കൂട്ടിയ എത്ര വരും? 8 4 12, 1 9 4 13, 1 232. 232 കുട്ടികളാണ് ആകെ തോറ്റത്. അത് എത്ര ശതമാനം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശതമാനം കാണാൻ എന്ത് ചെയ്യണം? 232 ഡിവൈഡഡ് ബൈ ആകെ കുട്ടികൾ എത്രയാണ്? 1600 അല്ലെ? ഇൻറ്റു 100. അപ്പൊ ഈ 100 0 ക്യാൻസൽ ചെയ്യും. അപ്പൊ 232 ബൈ 16 ചെയ്താൽ മതി. അപ്പൊ എത്രയാണ്? 16 16. ഇവിടെ എത്രയാവും? 7 അല്ലെ? 72. 72 ഇവിടെ 4 പ്രാവശ്യം 4 6 24, 2 64 അല്ലെ? 64ഉം 8ഉം ആണ് 72. അപ്പൊ 80 എന്ന് വന്നു. പോയിന്റ് ഇട്ടു. 80 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പൊ 80 16 5 80 ആണ്. 0 അപ്പൊ എന്താണ് ആൻസർ? 14.5% എന്നുള്ളതാണ് ആൻസർ. നമുക്ക് കുറെ കൂടുതൽ സ്റ്റെപ്പുകൾ ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ തോറ്റ കുട്ടികളെ ആദ്യം കാണും. ജയിച്ച കുട്ടികളെയാണ് നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ ജയിച്ച കുട്ടികളെ കണ്ടിട്ട് പിന്നെ 1600 മൈനസ് ചെയ്ത് പിന്നെയും ചെയ്യണതിനെക്കാട്ടും ഭേദം നിങ്ങൾ ഏത് ചെയ്യണതാണ്? തോറ്റ കുട്ടികളെ ഇങ്ങനെ ക്യുക്കായിട്ട് കാണുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 156 ഒരു സംഖ്യ അല്ലെ? പിന്നെ 182 വേറൊരു സംഖ്യ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് 156 എന്ന് പറഞ്ഞാൽ അതിന് മുന്നേയുള്ള ഒരു സ്ക്വയർ, അതായത് പൂർണ്ണവർഗം. അതെന്താണ് വരിക? 12ന്റെ സ്ക്വയർ നോക്കൂ. 12ന്റെ സ്ക്വയർ 144 ആണ്. ആ 144 കൂടെ ഈ 12 കൂട്ടിയാലാണ് എന്ത് വരണത്? 156 വരണത് അല്ലെ? അപ്പൊ ഇത് 12 സ്ക്വയർ പ്ലസ് 12 ആണ് അല്ലെ? ഇത് നോക്കൂ, ഇതെന്താണ് വരിക? 182 ആണ്. അപ്പൊ 13ന്റെ സ്ക്വയർ നോക്കേണ്ടി വരും. 13 സ്ക്വയർ എത്രയാണ്? 169 അല്ലേ? നോക്കൂ, 169ഉം 13ഉം കൂടി കൂട്ടിയ 182 കിട്ടി അല്ലെ? 13ന്റെ സ്ക്വയർ ആണ് പ്ലസ് 13 ആണ് ഇത്. ഇനി ഇത് നോക്കൂ, ഇത് എന്താവും? ഇത് ഏകദേശം 342 അല്ലേ വരണേ? അപ്പൊ ഏകദേശം ഒരു 18ന്റെ സ്ക്വയർ നോക്കൂ. 18 ഇൻറ്റു 18 324. 224ന്റെ കൂടെ ഈ 18 ചേർത്ത എത്രയാവും? 8 4 12, 342 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് 18 സ്ക്വയർ പ്ലസ് 18 ആണ്. അപ്പൊ നോക്കൂ, ഇത് 13 സ്ക്വയർ പ്ലസ് 13 ആണ് വെച്ചെങ്കിൽ ഇത് 18 സ്ക്വയർ പ്ലസ് 18 ആണ്. അപ്പൊ 13ന്റെ കൂടെ 5 കൂട്ടിയതാണ്. അപ്പൊ 12ന്റെ കൂടെ 5 കൂട്ടിയ എത്രയാണ്? 17 സ്ക്വയർ പ്ലസ് 17 എത്രയാ നോക്കുക. 17 സ്ക്വയർ എത്രയാണെന്ന് നോക്കൂ. 7 49, 4 11. നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. സാധാരണ നമ്മൾ പഠിച്ചു വെക്കും. 20 വരെയുള്ളതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ വേഗത്തിൽ ചെയ്യാൻ പറ്റും. 289 എന്ന് കിട്ടി. അത് പ്ലസ് 17, 9 7 16, ബാക്കി 1 10 3, 306 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ 20 വരെയുള്ള സ്ക്വയറുകൾ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ കൂടുതൽ കാൽക്കുലേഷന് സമയമെടുക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? അപ്പൊ എന്താണ്? അരുണാണ് വേഗത്തിൽ എത്തേണ്ടാവുക അല്ലെ? അപ്പൊ അരുണിന്റെ വേഗത എന്ന് പറയുന്നത്, അതായത് അരുൺ
എന്താണ് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയമാണ് അല്ലെ. അപ്പൊ ദൂരം ബൈ വേഗത എന്ന് പറയുന്നത് സമയമാണ്. സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗതയാണ്. അപ്പൊ ഇവിടെ വേഗത അരുണിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൂരം സെയിം ആണ് രണ്ടാളും സഞ്ചരിച്ചത് അല്ലെ. അപ്പൊ എക്സ് എന്ന് എടുക്കാം. എക്സ് ഡിവൈഡഡ് ബൈ എത്ര വേഗത്തിലാണ് സഞ്ചരിച്ചത്? വേഗത എത്രയാണ്? 60 ആണ് അരുണിന്റെ കേസിൽ അല്ലെ. ഇനി മറ്റേ കേസിലോ, കണ്ണന്റെ കേസിൽ എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ 40 ആണ് അല്ലെ. ആരാണ് മുന്നിലെത്തിയത്? അരുണാണ് മുന്നിലെത്തിണ്ടാവുക അല്ലെ. അപ്പൊ എക്സ് ബൈ 60 മൈനസ് എക്സ് ബൈ 40 എന്ന് പറയണത് എത്ര മണിക്കൂറാണ് മുൻപിലെത്തിയത്? 3 മണിക്കൂർ എന്ന് പറയണ്ട. അപ്പൊ 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്ന് എക്സ് ബൈ 40 മൈനസ് എക്സ് ബൈ 60 എന്ന് എടുക്കണം. എങ്കിലേ നമുക്ക് ശരിക്ക് കിട്ടുള്ളൂ. കാരണം ഇവര് രണ്ടാളും തമ്മിലുള്ള വേഗതയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 മണിക്കൂറാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? എക്സ് ബൈ 40 മൈനസ് എക്സ് ബൈ 60 എന്ന് പറയണത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 3 മണിക്കൂറാണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ LCM ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അങ്ങനെ എടുക്കാം. LCM എടുത്ത് കാണുന്നേക്കാട്ടും ഭേദം എന്താണ്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 60 എക്സ് മൈനസ് 40 എക്സ് ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 60 ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ എന്താണ്? 20 എക്സ് ആണ്. 20 എക്സ് എന്ന് പറയണത് 3 ഇൻറ്റു 40 ഇൻറ്റു 60 ആണ്. അപ്പൊ ഈ എക്സ് എന്ത് വരും? 3 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും അല്ലെ. 20 3 പ്രാവശ്യമാണ് പോവുക അല്ലെ. 3 9 9 4 36 360 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ LCM കണ്ടാൽ മതി. അപ്പൊ 120 ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്താണ്? ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ, ഇതിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 3 കൊണ്ടാവും. 3x മൈനസ് 2x ആവും ബൈ 120 ആവും ഈക്വൽ ടു 3 എന്നാവും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും? 120 ഇൻറ്റു 3 ആവും, അതായത് 360. അപ്പൊ വേഗം കിട്ടി. കണ്ടോ? ഇത്രയും വെട്ടിക്കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ വേഗം കിട്ടും. അപ്പൊ പക്ഷേ LCM കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? അതായത് ഇതിൽ ടി വന്നപ്പോ എന്ത് വന്നു? ടി കഴിഞ്ഞ UV കഴിഞ്ഞിട്ടുള്ള W ആണ് എഴുതിയത് അല്ലെ. E വന്നപ്പോ അതിന് മുന്നേ ഉള്ളത് എന്താണ്? D അല്ലെ. പിന്നെ അതിന് മുന്നേ ഉള്ളതാണ് C എഴുതിയത്. A വന്നപ്പോ വീണ്ടും ബിയും സിയും ഇല്ല, പിന്നെ D എഴുതി. അങ്ങനെയാണ് പോണത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. S കഴിയുമ്പോ ടിയും യുവും ഇല്ല, വി എന്നുള്ളതാണ് ആദ്യത്തെ വരിക. അപ്പൊ എല്ലാത്തിലും ആദ്യത്തെ വി തന്നെയാണ് അല്ലെ. ഇനി അടുത്ത് നോക്കാം. ടിയുടെ മുന്നേ എന്താ വരിക? എസ്. അതിന് മുന്നേ എന്താ വരിക? ആറ്. അപ്പൊ VR എന്നുള്ളത് രണ്ടെണ്ണത്തിലുണ്ട് അല്ലെ. അപ്പൊ ഇനി അടുത്ത് നോക്കാം. യു കഴിഞ്ഞ VW കഴിഞ്ഞ എക്സ് ആണ് വരിക. അത് രണ്ടിലും സെയിം ആണ് അല്ലെ. അടുത്ത് നോക്കാം. ഡിയുടെ മുന്നേ എന്ത് വരും? സി. സിയുടെ മുന്നേ എന്ത് വരും? ബി വരും. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. VRXB. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് തന്നെ എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3.25 ഇൻറ്റു 7.25 ഇൻറ്റു 16.49 ബൈ 21.25 ഇൻറ്റു 16.24. ഇതിനെ നമുക്ക് ആദ്യം തന്നെ വെട്ടി ചെറുതാക്കാം അല്ലെ. 16, അതായത് A/m ബൈ A/n എന്ന് പറയുന്നത് A/m-n ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ എഴുതാം? 16
0.49 മൈനസ് 0.24, അതായത് 16:0.25 എന്ന് മനസ്സിലാക്കാം. ഈ 0.25 എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. 25/100 ആണ് 0.25 അല്ലെ. അപ്പൊ 1/4 ആണ്. കാരണം 25/100 എന്ന് പറയുന്നത് 100-ൽ 25 4 പ്രാവശ്യമാണ് പോവുക. അപ്പൊ 16:1/4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇതിനെ 4² എന്ന് എഴുതാം. 4² 1/4 എന്ന് വന്നു. അപ്പൊ ഇതില് 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ 1/2 എന്ന് വരും. 4:1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4ന്റെ സ്ക്വയർ റൂട്ട്. അത് എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവിടെ 2 എന്ന് കിട്ടി. ഇത് അങ്ങനെ നമ്മൾ ചെയ്തപ്പോ എത്ര എന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ഇതിനെ നോക്കൂ, 3ഉം 7ഉം ആയിട്ടാ തന്നിരിക്കണേ. അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 3 × 7 ഹോൾ റേസ് ടു 0.25. അപ്പൊ a⁻m എന്നുള്ളത് നമുക്ക് എഴുതാം a⁻m ഹോൾ റേസ് ടു n ആണ് a⁻m അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ഇതിനെ ഓരോന്നിനും സ്പ്ലിറ്റ് ആക്കുമ്പോ 3/0.25 × 7/0.25 എന്നാക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ നമുക്ക് ആകെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഈ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ എ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്കറിയാം 3 × 7 21 ആണ്. 0.25 ആണ് മുകളിലുള്ളത്. അപ്പൊ നമുക്ക് 21/0.25 എന്ന് ഇവിടുന്ന് കിട്ടും. പക്ഷെ നിങ്ങൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുകയാണ് വെച്ചെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45 സെന്റിമീറ്റർ വശമുള്ള സമചതുര ആകൃതിയായ ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ നമുക്ക് ഒരു ഷീറ്റാണ് പറയണത് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ വിസ്തീർണം കാണുക. വിസ്തീർണം എങ്ങനെ കാണുക? 45 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയായ ഒരു ലോഹത്തകിടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് വശം ഇൻറ്റു വശമാണ്. 45 × 45 ആണ്. അത് ഡിവൈഡഡ് ബൈ എത്ര സെന്റിമീറ്റർ വശമുള്ള ചെറിയ സമചതുരക്കട്ടയാക്കണം? 9 സെന്റിമീറ്റർ വശമുള്ളത്. അപ്പൊ അതിന്റെ വിസ്തീർണം എത്രയാണ്? 9 × 9. അപ്പൊ ഇത് ചെയ്താൽ മതി. അപ്പൊ 9 × 5 45. ഇവിടെയും 9 × 5 45. 5 25 എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷീറ്റിന്റെ വിസ്തീർണം കാണണം ഡിവൈഡഡ് ബൈ ചെറിയ ചെറിയ ലോഹത്തകിടില്ലേ അതിന്റെ വിസ്തീർണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്രയാണോ കിട്ടുന്നത് അത്രയും തകിടുകളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഒരെണ്ണം 12ലും ഒരെണ്ണം എത്രയിലാണ്? 4ലും. ഇതിന്റെ ഇട എന്ന് പറയുന്നത് 12 കഴിഞ്ഞ 1 ഒരു ഇടയായി, 1 കഴിഞ്ഞ 2 രണ്ടാമത്തെ ഇടയായി, മൂന്നാമത്തെ ഇട കഴിഞ്ഞു നാലാമത്തെ ഇട. അപ്പൊ 4 ഇടകളാണ് വരിക. ഒരു ഇട എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണെന്ന് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും പറയുന്നു 4 × 30 അപ്പൊ 120 ഡിഗ്രി അല്ലെ. പിന്നെ ഈ 12 കഴിഞ്ഞ് 20 മിനിറ്റും കൂടി കഴിയുമ്പോ ഈ അവർ ഹാൻഡ് കുറച്ചൊന്ന് നീങ്ങിണ്ടാവും അല്ലെ. അതെത്രയാന്ന് നോക്കണം. അതെങ്ങനെയാണ്? 20 മിനിറ്റിന് എത്ര ഡിഗ്രിയാണ് അവർ ഹാൻഡ് നീങ്ങുക? 20 ഡിവൈഡഡ് ബൈ 2, അതായത് 10 ഡിഗ്രി ആണ് നീങ്ങിണ്ടാവുക. അപ്പൊ ആ 10 മൈനസ് ചെയ്യണം. 120 മൈനസ് 10 എത്രയാണ്? 110 ഡിഗ്രി. ഇത് ചില കേസില് പ്ലസ് ആക്കണം. എങ്ങനെയാണ്? നമ്മള് സെക്കൻഡ് അതായത് ഈ സെക്കൻഡ് സൂചിന്നാണ് നമ്മള് അവർ ഹാൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ അത് പ്ലസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 12 ഈ ഭാഗം വലുതും ഈ ഭാഗം ചെറുതും ആവുമ്പോഴാണ് നമ്മൾ മൈനസ് ചെയ്തത്. ഈ ഭാഗം ചെറുതും ഈ ഭാഗം വലുതും ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു, പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും
തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്? നമ്മള് എഴുതി നോക്കുക. അതായത് ആദ്യം കിഴക്കോട്ട് എന്ന് പറഞ്ഞ് ഈ ഭാഗം കിഴക്ക് എന്ന് വിചാരിക്കുക. ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഏതാണ് പിന്നെ വലത്തോട്ട് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് പിന്നെ വലത്തോട്ട് അല്ലെ? പിന്നെ അതിനെ തുടർന്ന് പിന്നെയും വലത്തോട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് സഞ്ചരിക്കണത് അല്ലെ? അപ്പൊ യാത്ര ചെയ്യണത് ഏത് ദിശയിലേക്കാണ്? ഈ ദിശ കിഴക്ക് എന്ന് പറഞ്ഞാൽ ഈ ദിശ ഏതാവും? പടിഞ്ഞാറ്. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.